പാടായി കോളേജ് നിയമന വിവാദത്തിൽ വീണ്ടും ഏറ്റുമുട്ടി കോൺഗ്രസ് പ്രവർത്തകർ. പഴയങ്ങാടിയിൽ ഇരുവിഭാഗവും തെരുവിൽ ഏറ്റുമുട്ടി. എം കെ രാഘവൻ അനുകൂലികളുടെ പ്രകടനം വിമത വിഭാഗം തടഞ്ഞു. ദൃശ്യങ്ങളിലേക്ക്. പയ്യന്നൂരിൽ രാവിലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പങ്കെടുത്ത പാർട്ടി പരിപാടിക്കിടെയും സംഘർഷമുണ്ടായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും കോളേജ് ഡയറക്ടറുമായ ജയരാജനെ ഒരു വിഭാഗം കയ്യേറ്റം ചെയ്തു. അർജുൻ കല്യാട് ചേരുന്നു നമുക്കൊപ്പം. അർജുൻ കല്യാട്, ഇപ്പോൾ പരസ്പരം കണ്ടുമുട്ടിയാൽ തല്ലും കലഹിക്കും എന്നുള്ള രീതിയിലേക്ക് രണ്ട് ചേരിയായി പൂർണ്ണമായും മാറിക്കഴിഞ്ഞോ കണ്ണൂരിലെ കോൺഗ്രസ്? തീർച്ചയായിട്ടും സുജി, അതായത് ഇതൊരു ചെറിയ പ്രശ്നമാകുമെന്നാണ് ആദ്യം കരുതിയിരുന്നെങ്കിൽ ആ പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമവായത്തിലൂടെ ഒന്നും തന്നെ പരിഹരിക്കപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളിലേക്കാണ് ഈ നിയമന വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എത്തുന്നത്. തെരുവിലേക്ക് ഈ പോര് മാറുകയാണ്. ഇന്നിപ്പോൾ പഴയങ്ങാടിയിലാണ്. അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഈ ചേരി പോര് പഴയങ്ങാടി ടൗണിൽ അരങ്ങേറിയത്. അതായത് എം കെ രാഘവൻ അനുകൂലികൾ ഇന്ന് ഒരു പ്രകടനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ആ പ്രകടനം നടക്കാൻ തീരുമാനിച്ചതിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് ഈ വിമത വിഭാഗം നേതാക്കൾ സംഘടിച്ചെത്തുകയായിരുന്നു. അങ്ങനെ പിന്നീട് അതൊരു സംഘർഷത്തിലേക്ക്, കയ്യാങ്കളിയിലേക്ക് ഒക്കെ മാറി. പോലീസ് എത്തിയാണ് ഈ പ്രവർത്തകരെ അവിടെ നിന്നും മാറ്റിയത് എന്നുള്ളതാണ് ഏറ്റവും ആശ്ചര്യജനകമായിട്ടുള്ള കാര്യം. ഒരു പാർട്ടിയിലെ പ്രവർത്തകർ തന്നെ തെരുവിൽ തല്ലുന്ന കാഴ്ച, അത് വളരെ വിചിത്രമായ രീതിയിലുള്ള ഒരു കാഴ്ചയായി മാറുകയാണ്. കണ്ണൂരിൽ ഇന്ന് രാവിലെയും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പങ്കെടുത്ത ഒരു അനുസ്മരണ പരിപാടിയിൽ പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് പങ്കെടുത്തു. ജയരാജ് അവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പാടില്ല. ഈ തീരുമാനം, അതായത് ഈ നിയമന വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായതിനു ശേഷം മാത്രമേ ജയരാജ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും വിമത വിഭാഗം നേതാക്കൾ പ്രശ്നമുണ്ടാക്കിയിരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ നോക്കി നിൽക്കുകയാണ് അത്തരമൊരു പ്രതിഷേധം അവിടെ അരങ്ങേറിയത്. അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ പഴയങ്ങാടിയിലും ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. തുടർ പ്രതിഷേധങ്ങൾ, തുടർ സംഘർഷങ്ങൾ തന്നെ, അല്ലെങ്കിൽ തുടർ കയ്യാങ്കളികളായി ഇതെല്ലാം തന്നെ മാറുന്നു എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. തീർച്ചയായും ഇതൊരു തലവേദനയാണ്. ഈ തലവേദനയ്ക്കുള്ള മരുന്ന് KPCCയുടെ കയ്യിലുണ്ടോ അതോ AICC എടുക്കേണ്ടി വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്.